അമ്മയും മോളും ട്വിന്നിങ് ആയല്ലോ ഇന്ന് അല്ലേ? അപ്പോൾ അതെ, ട്വിന്നിങ് ആയി കഴിഞ്ഞപ്പോൾ നടപ്പൊക്കെ നടന്നിട്ടൊക്കെ പോകാമെന്ന് കരുതിയിരുന്നേ. കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് പോകണ്ടേ. ഈ ഡ്രസ്സ് നമ്മുടെ സ്റ്റുഡിയോ പ്രൊഡക്റ്റ് ആണ്, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. സെറക്കുട്ടിക്ക് പാകം ഇത് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവയും വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ ചെറിയൊരു സങ്കടം നമ്മുടെ സെറക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇവക്കുട്ടി പറഞ്ഞെന്തോ കളിയാക്കിയപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പക്ഷെ അതിലേറെ സന്തോഷം ഉണ്ടായി. വേറൊന്നല്ല, അവക്കടെ കുട നനഞ്ഞു, അല്ല മഴ നനഞ്ഞു കുട. കാരണം കുറേ നാളായപ്പോൾ അതിൻ്റെ ആഗ്രഹമായിരുന്നു. ആ കുട വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അധികം മഴ നനയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന്. ആ സങ്കടം ഇന്ന് അങ്ങ് തീർത്തു. ലുലുവിൽ പോകാൻ രാവിലെ ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ടൈം ആയപ്പോഴേക്കും കടുത്ത മഴ, ഒടുക്കത്തെ മഴ എന്ന് വേണം പറയാൻ. ഇതൊന്നും ആയിരുന്നില്ല. പോകുന്ന സമയമായപ്പോഴേക്കും ഞങ്ങൾ ചെറുതായിട്ട് നനയുകയും ചെയ്തു വണ്ടി കയറുന്ന സമയത്ത്. അത്ര അധികം മഴയായിരുന്നു കേട്ടോ. ബാക്ക് ടു സ്കൂളൊക്കെ ഒന്ന് എങ്ങനെ നോക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ ബാക്ക് ടു കിച്ചൺ ആയിപ്പോയി ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അത്യാവശ്യം ഗ്രോസറീസൊക്കെ മാത്രം വാങ്ങിച്ചിട്ട് വന്നു. സംഭവം നല്ല വിലയുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം റേറ്റൊക്കെ കൂടിയെന്ന് ഹൈപ്പർ മാർക്കറ്റിൽ. പണ്ടത്തെ പോലെ ആ ഒരു ഓഫർ ഫീൽ നമുക്ക് തോന്നുന്നില്ല എന്നേ. അതുകൊണ്ട് പൊതുവേ പോകുന്നത് അത്ര വലിയ കാശ് പൊടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോകുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത് കേട്ടോ. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം കാര്യങ്ങൾ വാങ്ങിച്ചു. കുട്ടികളായിട്ട് പോകുമ്പോൾ വാങ്ങാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞു പോയതുകൊണ്ടേ ഒന്ന് വാഷ്റൂമിൽ കയറിയിട്ടൊക്കെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. മെയിനായിട്ട് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറക്കുട്ടിയുടെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹമല്ല, ഞങ്ങളുടെ എയിം ഇതൊന്നുമല്ല. ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സെറക്കുട്ടി ലുലുവിലേക്ക് പോകുന്നത്. കൊച്ചുങ്ങളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, ചെറിയ ആഗ്രഹം നമ്മളെ കൊണ്ട് അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുക. ഈ രണ്ടെണ്ണം എനിക്കല്ല കേട്ടോ, ഒരെണ്ണം വെക്കുകയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഇന്നാണ് ഞങ്ങൾ പോയത്. ഇന്നലെ തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിച്ചു എന്നുള്ളതാണ് സത്യം തോന്നുന്നു. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അത്ര തിരക്കുണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡേ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, ട്രോളി നിറഞ്ഞു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രമേ വാങ്ങിച്ചുള്ളൂ. ബാഗ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ യൂസ് ചെയ്യുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ബില്ലിംഗ് കൗണ്ടറിലും അത്യാവശ്യം തിരക്ക് വന്ന് തുടങ്ങി. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. വിശന്ന് അന്തപ്രാണം കത്തി കുടൽ കട്ടി പണ്ടാറുടങ്ങി ഇരിക്കുമായിരുന്നു കേട്ടോ. നേരെ കുറച്ച് സാധനങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മളുടെ എന്താ പറയുന്നത്, യൂസ് ചെയ്യുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്കറിയായിരുന്നു, ഞാൻ എല്ലാം മുൻകൂട്ടി കാണുന്ന കൊണ്ടിട്ട് ആ പ്ലേറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലിട്ടിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച സംഭവങ്ങൾ, നല്ല ഉള്ളിവട, പിന്നെ ഞാനാണെങ്കിൽ വെജിൻ്റെ എന്തോ സാൻഡ്വിച്ച്, പിന്നെ അതേപോലെ തന്നെ എന്തോ ഷേക്ക്, ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് കഴിച്ചു. റോളോ കണ്ണി കണ്ടതെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ 2 ബ്രെഡും ഒരു പുൽസായും കഴിച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. കുട്ടികൾ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അവർക്ക് വിശന്നു. അങ്ങനെ അവിടെ ചെന്നിരുന്ന് ആസ്വദിച്ച് ചെറിയ നല്ലൊരു മഴയുടെ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും തിരക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളത് വിശേഷം. ബൈ, സീ യു, ലവ് യു.